അങ്ങനെ കാത്തിരുന്ന പൂരം ഇങ്ങ് എത്തുകയാണ്. പൂരം കൊടിയേറി തൃശ്ശൂരിൽ ഇനി ഒരാഴ്ചക്കാലം പൂരാവേശമാണ്. തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ പൂരം കൊടിയേറി. 8 ഘടകക്ഷേത്രങ്ങളിലും ഇന്ന് തന്നെയാണ് കൊടിയേറ്റം. തൃശൂർ പൂരത്തിന്റെ ഘടകക്ഷേത്രമായ ലാലൂർ കാർത്തിയാനി ക്ഷേത്രത്തിലാണ് ആദ്യം പൂരം കൊടിയേറിയത്. തൊട്ടുപുറകെ 11:20 തിരുവമ്പാടി ക്ഷേത്രത്തിലും തട്ടകക്കാർ ആർപ്പുവിളികളോടെ പൂരത്തെ വരവേറ്റു. വലിയ പാണിക്ക് ശേഷം രാവിലെ 11:30 പാറമേക്കാവിൽ കൊടിയേറ്റ് നടന്നു. ദേവിയുടെ തിടമ്പേറ്റിയത് പാറമേക്കാവ് കാശിനാഥനാണ്. തുടർന്ന് 5 ആനകളുടെ അകമ്പടിയോട് കൂടിയുള്ള എഴുന്നള്ളിപ്പും നടന്നു. അതിനുശേഷം വടക്കുംനാഥന്റെ ചന്ദ്രപുഷ്കരണിയിൽ ദേവിയുടെ ആറാട്ടും നടന്നു. ഇതേ സമയം തന്നെ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ പാലമരത്തിലും മണികണ്ഠനാലിലും സിംഹമുദ്രകൾ പതിപ്പിച്ച കൊടികൾ ഉയരുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ പാറമേക്കാവ് ദേശക്കാരും പൂർണ്ണമായും തൃശ്ശൂർ പൂരത്തിന്റെ ആവേശത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. 3 മണിയോടെ തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി തിരുവമ്പാടി ഭഗവതി സ്വരാജ് റൗണ്ടിലേക്ക് എഴുന്നള്ളും. നടുവിൽ മഠത്തിൽ ആറാട്ട്. 7:30 നേതിലക്കാവ് ക്ഷേത്രത്തിലും കൊടിയേറ്റ് നടക്കുന്നതോടെ തൃശൂർ പൂർണ്ണമായി പൂരാവേശത്തിലേക്കെത്തും. ഈ മാസം 26-നാണ് തൃശൂർ പൂരം. എല്ലാവർക്കും തൃശ്ശൂരേക്ക് സ്വാഗതം. അതെ, തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് പൂരങ്ങളുടെ പൂരമാണ്. ഏപ്രിൽ 26, 27 ദിവസങ്ങളിൽ നടക്കുന്ന തൃശ്ശൂർ പൂരം ആസ്വദിക്കാൻ ലോകത്തിലുള്ള എല്ലാ മലയാളികളെയും ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും സന്തോഷത്തോടെ ക്ഷണിച്ചോളുന്നു. അപ്പൊ ആറാപ്പ് വിളിച്ച് ഞങ്ങൾ തൃശ്ശൂർക്കാർ പൂരം തുടങ്ങാണ്. എല്ലാവരും കയറി പോരെ മക്കളെ, അടിപൊളി ഒരു പൂരം കണ്ടിട്ട് പോവാം. സുജി പണ്ണാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.